നമുക്ക് ലീനിയർ ഇക്വേഷൻസിൽ വേരിയബിൾസ് എലിമിനേറ്റ് ചെയ്യാനുള്ള ട്രിക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇത് രണ്ട് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് ഈ വേരിയബിൾസിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം ഈക്വൽ ആണോ നോക്കാം. അപ്പോൾ ഇവിടെയും എക്സ് ഈക്വൽ ആണ്, ഇവിടെ വൈയുടെ ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ടേം എലിമിനേറ്റ് ചെയ്യാം. അതിന് ഈ ലീനിയർ ഇക്വേഷന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് എക്സ് 0 ആവും. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതാണ് ട്രിക്ക്. നമുക്ക് ഇവിടെ ഇത് ഈ രണ്ട് ഇക്വേഷനും മൈനസ് ചെയ്യാം. അപ്പോൾ ഇത് 0 പ്ലസ് 3y ഈക്വൽ ടു 300 എന്ന് കിട്ടും. സോ y ഈസ് ഈക്വൽ ടു 300/3 100. അപ്പോൾ y കിട്ടിയാൽ ഇനി വീണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y ഇവിടെ 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. അതാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു ട്രിക്ക്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 2x + y ഈക്വൽ ടു 4 ആണ്. ഇവിടെ x + 2y ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം നോക്കാം. ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. ഇവിടെ വൈയുടെ കോൺസ്റ്റൻറ്റ് ടേം 1, ഇത് വൈയുടെ കോൺസ്റ്റൻറ്റ് ടേം 2 ആണ്. അപ്പോൾ രണ്ട് വേരിയബിൾസിൻ്റെയും കോൺസ്റ്റൻറ്റ് ടേം ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് ഈക്വൽ ആക്കാൻ വേണ്ടി ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിൻ്റെ ഇവിടെയും 2x വരും, ഇവിടെയും 2x വരും. അപ്പോൾ നമുക്ക് ഈ ടേം എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് y ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2x + y ഈക്വൽ ടു 4, 2x + 4y ഈക്വൽ ടു 2 × 2 4. നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ ഇത് 0, x 0 ആവും. ഇവിടെ -3y എന്ന് കിട്ടും, ഇവിടെ 0 എന്ന് കിട്ടും. അപ്പോൾ y ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ ഒരു ലീനിയർ ഇക്വേഷനെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ട് ലീനിയർ ഇക്വേഷൻ്റെയും ഏതെങ്കിലും ഒരു വേരിയബിൾ ഇവിടെ നമ്മൾ എക്സ് ആണ് ഈക്വൽ ആക്കിയത്. അതായത് നമുക്ക് എക്സിനെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഈ കേസ് എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഒന്ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇക്വേഷൻ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × ഇത് 6x എന്ന് വരും. രണ്ടും ഈക്വൽ ആവില്ല. ഇവിടെ 4y എന്ന് വരും. അപ്പോഴും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഇക്വേഷൻ 1ൻ്റെ എക്സിൻ്റെ കോൺസ്റ്റൻറ്റ് ടേം കൊണ്ട് ഇക്വേഷൻ 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ 2ൻ്റെ കോൺസ്റ്റൻറ്റ് ടേം കൊണ്ട് ഇക്വേഷൻ 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് മാറ്റി എഴുതാം. ഇതിനെ മൾട്ടിപ്ലൈ ബൈ 2 എന്ന് ചെയ്യാം, ഇതിനെ മൾട്ടിപ്ലൈ ബൈ 3 ചെയ്യാം. അതായത് ഈ 3 എന്ന് പറയുന്നത് ഇക്വേഷൻ 2നെ മൾട്ടിപ്ലൈ ചെയ്യാനും ഈ 2 കൊണ്ട് ഇക്വേഷൻ 1നെ മൾട്ടിപ്ലൈ ചെയ്യാനും. അതായത് 6x + 3 × 2 നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് 2 × 2 4y ഈക്വൽ ടു 2 × 6 12. ഇതിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x + 3 × 3 9y ഈക്വൽ ടു 3. ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 0 വരും. -5y ഈക്വൽ ടു 12 - 3 ദാറ്റ് ഈസ് 9. സോ y ഈക്വൽ ടു -9/5 എന്ന് കിട്ടും. ഇനി y കിട്ടിയാൽ നമ്മൾ വീണ്ടും ഇതിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ എലിമിനേഷൻ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ട്രിക്സ്.